തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പൊന്നാനിയിലെ രാഷ്ട്രീയക്കാറ്റ് എങ്ങോട്ടെന്നത് പ്രവചനാതീതമാകുകയാണ്. ജില്ലയിലെ ഏറ്റവും ശക്തമായ മത്സരത്തിന് വേദിയായിരിക്കുകയാണ് പൊന്നാനി. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ വിജയം സാധ്യമാക്കി ഇടതുമുന്നണി ചുവപ്പുകോട്ടയാക്കി മാറ്റിയ പൊന്നാനിയിൽ UDF കരുത്തുറ്റ മത്സരമാണ് പുറത്തെടുത്തിട്ടുള്ളത്. മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടാണ് പൊന്നാനിയിൽ. മുൻ PSC വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിനെയാണ് മണ്ഡലം നിലനിർത്താൻ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലം പിടിക്കാനുള്ള ചുമതല KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലിക്കാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തുടർച്ചയായി CPM ജനപ്രതിനിധികൾ പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഏകപക്ഷീയ വിജയമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണിവിടെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആഭ്യന്തര കലഹങ്ങളിൽ തിളച്ചുമറിയുകയാണ് ഇടതുമുന്നണി ക്യാമ്പ്. മണ്ഡലത്തിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖിന് സീറ്റ് നിഷേധിച്ചതോടെ പ്രവർത്തകരിൽ ചിലർ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി തീർത്തു. സ്റ്റാർ ക്യാമ്പയിനറായ TM സിദ്ദീഖ് അസുഖം മൂലം പ്രചരണ രംഗത്തില്ലാത്തതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. എന്നാൽ താഴെത്തട്ടിൽ ഏറെ സ്വാധീനമുള്ള പാർട്ടി സംവിധാനം ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു നീങ്ങി. ബൂത്ത് തലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓരോ വോട്ടർമാരിലേക്കും നേരിട്ടെത്തി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായുള്ള അഹോരാത്ര പരിശ്രമത്തിലാണ് LDF പ്രവർത്തകർ. മണ്ഡലത്തിലെ പ്രധാന കവലകളിലെല്ലാം എത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും നൂറുകണക്കിന് പ്രവർത്തകരെ വിളിച്ചു ചേർത്തുള്ള കുടുംബയോഗങ്ങളുമായി LDF തങ്ങളുടെ പ്രചരണം താഴെത്തട്ടിലും കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. വികസനം മുൻനിർത്തിയാണ് LDF വോട്ട് അഭ്യർത്ഥിക്കുന്നത്. 2021 17,000 വോട്ടിലധികം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ലഭിക്കില്ലെങ്കിലും ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. പ്രചരണം അന്തിമഘട്ടത്തിലെത്തിയപ്പോൾ തങ്ങളുടെ പരിമിതികളും പോരായ്മകളും മറികടന്നെന്ന ശുഭസൂചനയിലാണ് LDF ക്യാമ്പ്. കഴിഞ്ഞ 2 വർഷമായി മണ്ഡലത്തിൽ സ്ഥിരം സാന്നിധ്യമായ KP നൌഷാദ് അലിയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നൌഷാദ് അലിയുടെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങൾ UDF ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ വെളിയങ്കോട് പഞ്ചായത്ത് UDFന് നഷ്ടമായെങ്കിലും മാറഞ്ചേരി, പെരുമ്പടപ്പ്, ആലങ്കോട്, നന്നമുക്ക് എന്നീ പഞ്ചായത്തുകളിൽ തിരിച്ചുവരാനായത് UDFന്റെ വിജയപ്രതീക്ഷകൾ വർദ്ധിക്കുന്നുണ്ട്. കൂടാതെ പതിറ്റാണ്ടുകൾക്ക് ശേഷം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും UDFന് തിരിച്ചുവരാനായി. ജില്ലയിലെ CPMന്റെ കൈവശമുള്ള ഏക നഗരസഭയായ പൊന്നാനി നഗരസഭയിലും സീറ്റ് വർദ്ധിപ്പിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. CPMന്റെ കോട്ടയായിരുന്ന തീരദേശ മേഖലയിൽ വലിയ ഇളക്കമാണ് സംഭവിച്ചത്. TM സിദ്ദീഖിന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് തീരദേശ മേഖലയിൽ LDFന് തിരിച്ചടിയുണ്ടാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വിധം ബൂത്ത് പ്രവർത്തനങ്ങൾ സജീവമാക്കി വോട്ട് പെട്ടിയിലാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് UDF. ഭരണവിരുദ്ധ വികാരം, സ്ഥാനാർത്ഥിത്വത്തിലെ മുൻകൈ, UDF സംവിധാനത്തിന്റെ ഏകോപനം തുടങ്ങിയ ഘടകങ്ങളെല്ലാം അനുകൂലമായ തെരഞ്ഞെടുപ്പായതിനാൽ വിജയസാധ്യത ഏറെയാണെന്ന കണക്കുകൂട്ടലിലാണ് UDF നേതൃത്വം. പൊന്നാനി അഴിമുഖം മുതൽ തൃശൂർ ജില്ലാതിർത്തിയായ കാപ്പിരിക്കാട് വരെ ജില്ലയിലെ ഏറ്റവും വലിയ കടൽ തീരം ഉൾക്കൊള്ളുന്ന പൊന്നാനിയിലെ കടൽ ഭിത്തിയുടെ അഭാവവും കോൾ മേഖലയിലെ പ്രതിസന്ധി ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് UDF പ്രചരണ പ്രവർത്തനങ്ങൾ കൊഴുപ്പിക്കുന്നത്. വേനൽ ചൂടിനൊപ്പം വിയർപ്പൊഴുക്കി ഒപ്പത്തിനൊപ്പം പ്രചരണത്തിലാണ് ഇരു മുന്നണികളും. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പൊന്നാനി ഇത്തവണ ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. NDA സ്ഥാനാർത്ഥിയായി BDJSലെ മനീഷ് ജനകീയവും SDPI സ്ഥാനാർത്ഥിയായി അൻവർ പഴഞ്ഞിയും മത്സരരംഗത്തുണ്ട്.